ട്രംപ് കള്ളനും കൊള്ളക്കാരനും ചതിയനുമാണ് എന്ന് പലതവണ തെളിയിക്കപ്പെട്ടിരിക്കുക. പലതവണ നമ്മൾ വീഡിയോയിൽ സംസാരിച്ചു. എന്നാൽ അത് പറയുമ്പോൾ ചിലർക്കൊക്കെ ചില ഉരുപൊട്ടലും കാര്യങ്ങളും ഉണ്ട്. അത് കാര്യമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം സത്യം പോലെ തന്നെ പറയണമല്ലോ. ഇപ്പൊ ഇന്നലെ രാവിലെ വരെ നമ്മൾ കരുതിയിരുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിക്കുന്നു, യുദ്ധം അവസാനിപ്പിക്കുന്നു പറയുകയും ചെയ്തിരുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വിഷയങ്ങളും അവസാനിച്ചു, പശ്ചിമേഷ്യ സമാധാനമാകുന്നു, ഹോർമൂസ് തുറക്കാൻ പോകുന്നു, സാധാരണഗതിയിൽ തന്നെ എണ്ണ ഗതാഗതം നടക്കാൻ പോകുന്നു, നമ്മളൊക്കെ ലോകം മുഴുവൻ ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പോകുന്നു എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ഒരൊറ്റ രാത്രി കൊണ്ട് കഥയാകെ മാറാണ്. ഇവിടെയും ചതി ചെയ്തത് ഇറാനല്ല, അമേരിക്കയാണ്, ട്രംപാണ്. ട്രംപ് എന്ന ചതിയൻ ഈ ലോകത്തെ മുഴുവൻ നശിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയില്ല. ഇന്നലെ മാത്രം 3 ഡിസ്ട്രോയറാണ് രാത്രിയുടെ മറവില് ഹോർമൂസ് കടന്ന് ഇറാനിലേക്ക് കടലിലൂടെ കടത്തുന്നത്. അതായത് ഇറാനെ തകർക്കാൻ വേണ്ടി ചതിച്ച് ആയുധങ്ങളും കപ്പലുകളും ഇറാന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് പട്ടാളക്കാരെയും എല്ലാം പ്രവേശിപ്പിച്ച് ചതി നടത്തി ഇറാനെ നശിപ്പിക്കാൻ എന്നുള്ള ഒരു ധാരണ മനസ്സിലുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങളിതേ വെടിനിർത്തുകയാണ്, ഞങ്ങളിനി സമാധാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകത്തെ പറ്റിച്ചുകൊണ്ട് ഇറാനെ നശിപ്പിക്കാൻ ട്രംപ് നിൽക്കുന്നു എന്ന ചതി നേരത്തെ തന്നെ ഇറാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇറാൻ ഇതെല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് ഏത് സമയത്തും ഒരു അതിക്രമത്തെ നേരിടാൻ അവർ സദാ തയ്യാറായിരിക്കണം. അതിന് ചില കാരണങ്ങളുണ്ട്, നമ്മൾ ആ കാര്യം കൂടി മനസ്സിലാക്കണം. ഇറാനെ ഒരിക്കലും ഇനി യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഇറാൻ എല്ലാ അർത്ഥത്തിലും സ്വയം പര്യാപ്തത നേടി എന്നതാണ്. മുമ്പ് ഖത്തറിനെ ഉപരോധിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, പാൽ ഉൽപ്പന്നങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് പോകണമായിരുന്നു. പക്ഷേ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഉപരോധം നോക്കാത്ത രാജ്യങ്ങളിൽ നിന്ന് പശുവിനെ ഇറക്കുമതി ചെയ്ത് അവർ ഫാം ഉണ്ടാക്കി ആവശ്യത്തിന് പാൽ ഉൽപ്പന്നങ്ങൾ ഇന്ന് ഖത്തർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ നിലയിലേക്ക് കാര്യങ്ങളെത്തി. വിമാനം നിറയെ പശുക്കളാണ് വന്നുകൊണ്ടിരുന്നത്. അതായത് ഖത്തർ ആ ഉപരോധത്തിന് ആരെയും കാലുപിടിക്കാൻ പോകാതെ അവർ അതിൽ നിന്ന് സ്വയം റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു. ഇറാൻ ഒന്നുകൂടി കടന്ന് അവർ ഭക്ഷണ സാധനങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കുന്നു, അവരുടെ മറ്റ് എല്ലാം അവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ എണ്ണയും പെട്രോളും എല്ലാം അവിടെ ഉണ്ട്. അതായത് അവരെ പട്ടിണിക്കിട്ട് കൊല്ലാനോ അവരെ നശിപ്പിക്കാനോ കഴിയില്ല. ഇറാൻ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. 40 വർഷത്തിലധികം ഉപരോധത്തിൽ നിന്നപ്പോ ആ ഉപരോധത്തിൽ നിലവിളിക്കേണ്ട സ്ഥാനത്ത് ഈ ഉപരോധം നീണ്ടുപോയാൽ ഒരുപക്ഷെ ഒന്നുകൂടി കടുത്തു കഴിഞ്ഞാൽ തങ്ങളുടെ ജനതയെ എങ്ങനെ സംരക്ഷിക്കും എന്ന് അവിടുത്തെ ഭരണകൂടം ചിന്തിച്ചുകൊണ്ട് എത്ര കാലം ഉപരോധം നീണ്ടു നിന്നാലും എന്തൊക്കെ സംഭവിച്ചാലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇറാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനു പുറമെ എത്ര കാലം വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ ആവശ്യമായ സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. കാര്യം അമേരിക്ക എന്താണ് എന്ന് അത്രയും വർഷങ്ങൾക്ക് മുമ്പേ ഇറാന് മനസ്സിലായി. അത് ലോകത്തിന്, നമുക്കൊക്കെയാണ് അത് മനസ്സിലാകാത്തത്. ഇപ്പോ ഹോർമൂസിലേക്ക് കടന്ന് കയറിയ ഡിസ്ട്രോയറുകൾ അത് ഇറാനിലേക്ക് നടത്തിയിട്ടുള്ള, ഇറാന്റെ കപ്പലുകളിലേക്ക് നടത്തിയിട്ടുള്ള നാശനഷ്ടങ്ങൾ ഇറാൻ സ്പോട്ടിൽ തിരിച്ചു കൊടുത്തേക്കാണ്. 3 കപ്പലുകൾക്കും പരിക്ക് പറ്റി, 3 കപ്പലുകളും സാരമായ കേടുപാടുകൾ പറ്റി എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അത് സത്യമാണെന്ന് മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ട്രംപ് മാത്രം സമ്മതിച്ചിട്ടില്ല. പക്ഷെ ട്രംപ് അംഗീകരിക്കാത്ത മറ്റു ചിലത് കൂടി ഇറാൻ പറയുന്നുണ്ട്. ഞങ്ങളുടെ എണ്ണ ടാങ്കറുകൾ, ഞങ്ങളുടെ ചില കപ്പലുകളൊക്കെ അമേരിക്ക ബോംബിട്ടിട്ടുണ്ട്, മിസൈൽ ഇട്ടിട്ടുണ്ട്, അത് കേടുപാടുകൾ ഉണ്ട് എന്ന്. അതായത് ഇറാൻ ചെയ്തതും തങ്ങൾക്ക് പറ്റിയതും വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെ ഇന്നലെ കടന്നു കയറി ഇറാന്റെ കപ്പലുകളെ ആക്രമിച്ച് ഹോർമൂസിൽ കടന്നു കയറിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ലോക സമാധാനം ഇല്ലാതെ വരികയാണ് ചെയ്ത് വീണ്ടും. അത് മാത്രമല്ല, ഇറാന്റെ ഉള്ളിലേക്ക് 4 സ്ഥലങ്ങളിൽ ബോംബിട്ടു. ഇപ്പൊ പറയുന്നത് ഇറാൻ അങ്ങോട്ട് കടന്നു കയറി അമേരിക്ക ആക്രമിച്ചത് കൊണ്ടാണ് എന്നാണ്. പച്ച നുണയാണ്. ഈ ട്രംപ് എന്ന് പറഞ്ഞ നുണയനാണ്, കൊള്ളക്കാരനാണ്, കള്ളനാണ്, ഭീകരവാദിയാണ്. അങ്ങനെയുള്ള ഒരാളുടെ ഒരു വാക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണിത്. അല്ലെങ്കിൽ ലോകത്തിന്റെ സമാധാനം ആഗ്രഹിക്കാത്ത, ലോകത്ത് മറ്റു മനുഷ്യരും, അമേരിക്കക്കാർ മാത്രമല്ലല്ലോ, മറ്റു മനുഷ്യരും ജീവിച്ചിരിപ്പുണ്ട്. മറ്റു രാജ്യങ്ങൾക്കും അവരുടേതായ സ്വത്വബോധമുണ്ട്. മറ്റു രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള അഭിമാനവും ആത്മാഭിമാനവും ഉണ്ട് എന്ന് ചിന്തിക്കാത്ത ഇവനെയൊക്കെ ലോക നേതാവെന്ന് എങ്ങനെയാണ് വിളിക്കുക? ഇറാന്റെ മേലുള്ള സകല ഉപരോധങ്ങൾ പിൻവലിക്കാം, ഇറാന്റെ മരവിപ്പിച്ചു വെച്ചിട്ടുള്ള സ്വത്തുവകളെല്ലാം തിരിച്ചു കിട്ടാനുള്ള ഏർപ്പാട് ചെയ്യാം, തൽക്കാലം ഇത് സംഭവിച്ചാൽ നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാം എന്ന് ഇറാനോടും മറ്റു രാജ്യങ്ങളോടും പറഞ്ഞ് സമ്മതിപ്പിച്ച് വിശ്വസിപ്പിച്ച ശേഷം രാത്രിക്ക് രാത്രി ഇമാതിരി തെമ്മാടിത്തരം കാണിക്കുമ്പോൾ അയാളുടെ ഉദ്ദേശം വേറെ വലുതാണ്. അതായത് അയാളുടെ ഉള്ളിൽ ആ സമ്പുഷ്ട യുറേനിയം അല്ലെങ്കിൽ യുറേനിയം ഉണ്ട്. ആ യുറേനിയം വേണം, അതുപോലെ ഇറാന്റെ എണ്ണ സമ്പത്തും വേണം. ഇത് രണ്ടും കിട്ടാതെ ആ കൊള്ളക്കാരന് സമാധാനാവൂല. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ സമാധാന ചർച്ച തുടങ്ങി, അല്ലെങ്കിൽ ചർച്ച നടത്താം, കരാറുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്.
അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വളരെ രഹസ്യമായി, അതീവ രഹസ്യമായി 3 ഡിസ്ട്രോയറുകൾ, വലിയ കപ്പലുകൾ, എല്ലാ അത്യന്താധുനിക സൗകര്യമുള്ള കപ്പലുകളെ അങ്ങോട്ട് ഹോർമൂസ് കടത്തിവിടേണ്ട വല്ല ആവശ്യമുണ്ടോ? അത്തരത്തിൽ കടന്നു കയറിയ കപ്പലുകളെ അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ ആരായാലും ആക്രമിക്കും. അങ്ങനെ ഇറാൻ രൂക്ഷമായ അക്രമം അഴിച്ചുവിട്ടിട്ടുണ്ട്. ഇപ്പൊ ട്രംപ് അവകാശപ്പെടുന്നത് ഇറാനിലുള്ള ആയുധ ശേഖരമെല്ലാം തീർന്നു, മിസൈൽ ശേഖരങ്ങളെല്ലാം തീർന്നു, ഇനി ഇറാനെ ഒന്നും ചെയ്യേണ്ടതില്ല, ഇറാൻ തനിയെ തന്നെ അവസാനിച്ചോളും. കാര്യം എണ്ണ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഓടാൻ കഴിയില്ലല്ലോ, അത് അവിടെ കിടന്ന് തുരുമ്പെടുത്ത് നശിച്ചോളും എന്നാണ് പറയുന്നത്. സ്വന്തം ജനതയോടും സ്വന്തം സംവിധാനങ്ങളോടും ലോകത്തോടും അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അമേരിക്കയിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്, ട്രംപിന് കിട്ടിയിട്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതായത് ഇറാന്റെ ഏതാണ്ട് 75-80% ആയുധങ്ങളും മിസൈലുകളും മറ്റ് ആയുധ ശേഖരങ്ങളും എല്ലാം ഭൂമിക്കടിയിൽ സുഖമായിട്ട് ഇരിപ്പുണ്ട്. അത് മറ്റാർക്ക് കണ്ടെത്താൻ കഴിയില്ല. വളരെ ഭീകരമാണ് ആ അവസ്ഥ. എത്ര കാലമാണെങ്കിലും അവർ യുദ്ധം ചെയ്യും, അവരെ തടയാൻ കഴിയില്ല എന്ന റിപ്പോർട്ട് അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുണ്ട്, ട്രംപിന് കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് പൂഴ്ത്തി വെക്കാനായിട്ടുള്ള ശ്രമം വന്നു. പക്ഷെ അതൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തു. ഇപ്പോൾ ട്രംപിന് വീണ്ടും നാണക്കേടാണ്. പക്ഷെ എത്ര നാണക്കേട് വന്നാലും എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അയാൾ കൊള്ള നടത്തിക്കൊണ്ടേയിരിക്കും. ആ കൊള്ള മുതൽ തിന്നുകൊണ്ട് അമേരിക്കക്കാർക്ക് സൂഹിക്കാം. അതിനുവേണ്ടിയാണെന്ന് തോന്നുന്നു. മറ്റുള്ളവരുടെ മുതൽ പിടിച്ചു പറിച്ചു കൊണ്ടുവരുന്ന മുതൽ അങ്ങനെ കൊണ്ടുവന്ന് സ്വന്തം ജനതയെ തീറ്റിക്കുന്ന ലോകത്തെ പെരുങ്കള്ളന് എന്ത് ചിന്തിക്കാം? ട്രംപ് പറയുന്നത് ഇത് വെടിനിർത്തലാണ്, മറ്റേ യാതൊന്നുമില്ല, അങ്ങനെയൊന്നും ചെയ്തില്ല. വെടിനിർത്തലാണെന്നുണ്ടെങ്കിൽ പിന്നെ കയറി ഇറാനിൽ ആക്രമിച്ചെന്തിനാ? ഇറാൻ പറയുന്നത് വെടിനിർത്തൽ കരാറൊന്നുമില്ല, ഞങ്ങളിത് നേരത്തെ പ്രതീക്ഷിച്ചാണ്, ഇയാൾ നന്ദികേട് കാണിക്കും, അല്ലെങ്കിൽ ഇതുപോലെ കള്ളത്തരങ്ങൾ പറയും, വീണ്ടും കയറി ആക്രമിക്കും, നിങ്ങൾ പ്രതീക്ഷിച്ചതാ, ഇയാൾ കള്ളനാണ്, അതുകൊണ്ട് ഇനിയിപ്പോ കരാറും കാര്യങ്ങളൊന്നുമില്ല, വെടിനിർത്തലുമില്ല, കാര്യങ്ങളുമില്ല, ഇനി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന്. ഇതോടുകൂടി കുടുങ്ങുകയാണ്. ഇതോടുകൂടി പശ്ചിമേഷ്യ വീണ്ടും പ്രശ്നമാക്കുകയാണ്. വിമാന ഗതാഗതമൊക്കെ ശരിയായി വന്നിരുന്നു, എണ്ണയുടെ വ്യാപാരം അത് സുഗമമായി നടക്കാനുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു, എണ്ണ വില താഴ്ന്നിരുന്നു. അങ്ങനെ എല്ലാം ഒരു ഒറ്റ മണിക്കൂർ കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ടാണ് അതിനെല്ലാം തല കുത്തിമറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആരും വേണ്ട, അവരും ഉപയോഗിക്കേണ്ട എന്നതാണ്. ആരാന്റെ മുതൽ, അവനവൻ നയിച്ചുണ്ടാക്കുന്ന മുതൽ അവനവന്റെ കുട്ടികൾക്കും അവനവന്റെ പെണ്ണുങ്ങൾക്കും അവനവന്റെ നാട്ടുകാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാ. ഇറാൻ അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതലുകൾ ഇറാൻ അമേരിക്കയ്ക്ക് കൈമാറാൻ തയ്യാറല്ല, അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ, കൊള്ളയടിക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതുകൊണ്ട് ഇന്നലെ ബന്ദാർ ഹമീർ, അതുപോലെ സിറക്, ഖ്വാഷ ദ്വീപ് എന്നീ സ്ഥലങ്ങളിലൊക്കെ ഇന്നലെ വളരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തി. ഇറാന്റെ എണ്ണ ടാങ്കറുകളിൽ ആക്രമണം നടത്തി, അതിനെ തീപിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇറാൻ എന്താണ് ചിന്തിക്കേണ്ടത്? ഇറാൻ ചിന്തിക്കുന്നത് ഇറാന്റെ മേലുള്ള യുദ്ധം അമേരിക്ക ഒരിക്കലും അവസാനിപ്പിക്കുന്നില്ല, ബാക്കിയുള്ളതൊക്കെ വെറുതെ വെടിനിർത്തൽ എന്നൊക്കെ പറഞ്ഞ് ലോകത്തെ കള്ളന്മാരാക്കി ഇറാനെ എതിരാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണി. അതായത് ഇറാൻ വെടിനിർത്തൽ ലംഘിക്കുന്നു എന്ന് പറയുന്ന ഒരു നിലപാട്. സത്യത്തിൽ ഇവിടെ തെമ്മാടിത്തരം കാണിച്ചത് ഇസ്രായേലാണ്. ഇറാനിൽ കയറി അടിച്ചു കഴിഞ്ഞപ്പോൾ ഇറാൻ തിരിച്ചടി തുടങ്ങി. ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേൽ നാമവിശേഷമായി ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അമേരിക്ക ഇറക്കുമതി ചെയ്യല്. അമേരിക്ക ഇറക്കുമതി ചെയ്തപ്പോൾ അമേരിക്ക 4 ദിവസം കൊണ്ട് പൂട്ടിക്കളയാമെന്ന് കരുതിയിട്ട് വന്നിട്ട് അവസാനം അമേരിക്കയ്ക്കും കാര്യം മനസ്സിലായി. പിന്നെ എന്തായാലും യുദ്ധം ചെയ്തിട്ടോ മറ്റു കാര്യം രക്ഷയില്ല, ഏതും ഇതിനെ ഭീഷണിപ്പെടുത്തി ഇറാന്റെ എണ്ണയും യുറേനിയം അടിച്ചുകൊണ്ട് പോകാം, എന്നിട്ട് അത് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ അടിമരാജ്യമാക്കി നിലനിർത്താമെന്ന് കരുതുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുവരെ 40 കൊല്ലത്തെ അവരുടെ ഉപരോധം അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഇനി എത്ര കാലം ഉപരോധം വന്നാലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള പ്രാദേശികമായ ശേഷി അവർ ആർജിച്ചു കഴിഞ്ഞു. ഇനി അവരൊന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പോ മറ്റു രാജ്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പൊ UAE ആയാലും മറ്റ് സൗദി അറേബ്യ ആയാലും മറ്റു രാജ്യങ്ങളൊക്കെ നോക്കൂ, ഭക്ഷ്യ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വരണം. അവിടെ കുറച്ച് ആഡംബര ഹോട്ടലുകളും മറ്റു സംവിധാനങ്ങളും ഉണ്ട് എന്നല്ലാതെ മറ്റ് സംവിധാനങ്ങൾ, ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അങ്ങനെയാ. നമുക്കിവിടെ പെട്രോൾ ഇല്ല എന്നുണ്ടെങ്കിലും മറ്റെന്തില്ല എന്നുണ്ടെങ്കിലും പ്രാദേശികമായി വല്ല പൂളക്കൊമ്പ് കുത്തിയോ അല്ലെങ്കിൽ ചമ്മന്തി ചോറും അരച്ചോ നമുക്ക് കഴിയാൻ പറ്റും. അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൂടെ കിടക്കാനുള്ള സൗകര്യം ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ കാള കൊണ്ടുകൂടിയെങ്കിലും നമുക്ക് ജീവിക്കും. കാരണം നമ്മളിവിടെ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ സ്വയം ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യും, നമ്മുടെ ഭരണാധികാരികൾ ചെയ്യും. പക്ഷെ മറ്റു രാജ്യങ്ങളുടെ അവസ്ഥ അതല്ല. അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല ആ രാജ്യങ്ങളുടെ ഗതി അധോഗതിയാകാൻ പോകണം. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യ തകർക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ്. ആ ഉദ്ദേശത്തിലേക്ക് ഒപ്പം ഇറാന്റെ മുതൽ കൊള്ളയടിക്കുക എന്നതുമാണ്. അപ്പോൾ കൊള്ളയടി ഇറാന്റെ മാത്രമല്ല, ഇറാനെ കൊള്ളയടിച്ച ശേഷം പശ്ചിമേഷ്യ മുഴുവൻ അമേരിക്കയുടെ കാൽക്കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ട്രംപിന്റെ ആസൂത്രിതമായ നീക്കമാണ്. അയാളുടെ വാക്ക് ഒരു തരുമ്പും വിശ്വസിക്കാൻ പറ്റൂല. അയാൾ കള്ളനാണ്, കൊള്ളക്കാരനാണ്, ആനക്കള്ളനാണ്. എന്തെങ്കിലും ഒന്ന് പറയുന്നെങ്കിൽ മറ്റൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോകത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ് എന്ന് ഇതുവരെയുള്ള പ്രവൃത്തികൾ മനസ്സിലാക്കും. ഏതായാലും പെട്ടെന്ന് തന്നെ ഇയാൾ അധികാരം വിട്ട് ഇറങ്ങി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലോകം കുട്ടിച്ചോറാവും. അതിന്
എന്ത് പറഞ്ഞിട്ടും ആര് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഈ പോസ്റ്റിന് താഴെ തന്നെ തെറി വിളിച്ചിട്ടും കാര്യമില്ല. ഉള്ള കാര്യമാണ് പറഞ്ഞത്. ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട്. Different angles. Don't forget to subscribe and support this channel.